ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെസിൻ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അൽഫാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈരും, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെരുംജീരകം പൗഡറും, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൗഡറും, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് അവിടെ മാറ്റി വെക്കുക. ഒരു മിക്സിയിലോട്ടേക്ക് ഇത് 10 വറ്റൽമുളക് അരമണിക്കൂർ കുതിരാൻ വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 3 കറുവപ്പട്ടയും 4 ഏലക്കയും കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 1 ഉണ്ട വെളുത്തുള്ളിയും 4 ഗ്രാമ്പും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, കട്ടായി പോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ ഇങ്ങനെ ഒന്ന് എല്ലാം വരയിട്ട് കൊടുത്തിട്ട് നേരത്തെ അരച്ചെടുത്ത മിക്സും പിന്നെ തൈരിൽ മസാല പൗഡറെല്ലാം ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മണിക്കൂർ ഫ്രീസറിൻ്റെ താഴെ ഒന്ന് സെറ്റാകാൻ വെക്കുക. ഇപ്പം 5 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഇത് കനലിൽ കാണിച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക ചെയ്യുന്നത്. ചെച്ചുവാണ് ഇത് ചുട്ടെടുക്കുന്നത്. സൺഡേ ആണല്ലോ, അപ്പോൾ സ്കൂളൊക്കെ ഇന്ന് ലീവാണ്. അവന് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. 2 ഭാഗത്തും സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പിന്ന് മാറ്റിയതിന് ശേഷം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ചിക്കനിൽ പുരട്ടാനൊക്കെ മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. ഒരല്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇതൊന്നിങ്ങനെ പുരട്ടി കൊടുക്കുക. 2 സൈഡും ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി അൽഫാം ഇവിടെ റെഡിയായി. ഇവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കേട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്കും റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.